ബെല്ലടിച്ച് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് എന്താണ്, ഇന്ന് വെള്ളിയാഴ്ചത്തെ പരിപാടി നമുക്കൊന്ന് കണ്ടാലോ. വെള്ളിയാഴ്ച ആയിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എന്തേ മൂടി വെക്കാന്? എന്തിപ്പ തിന്നില്ലേ? മമ്മൂനെ ബുൾസൈ അടിച്ചു കൊടുത്തിട്ട് ഇതുവരായിട്ട് തിന്നിട്ടില്ല കേട്ടാ. വെറുതെ ചായയും കുടിച്ച് നടക്കണ്, വണ്ടി ഓടിച്ച് നടക്കണ് കാണുന്നത് അല്ലേ അമ്മോ? വണ്ടി നോക്കട്ടെ എന്തുണ്ടെന്ന്. റിമോട്ടുണ്ടോ? നോക്കട്ടെ, തിരിച്ചു പിടിക്ക് വണ്ടി. എന്തെങ്കിലും കിട്ടോന്നറിയാൻ വേണ്ടിട്ട് പാത്ത് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നു. പക്ഷെ പാത്തുഭയങ്കര VIP ആണ്. ബ്രെഡ് തിന്നൂല, പിന്നെ മീൻ തന്നെ വേണം. ചിക്കന്റെ ലിവർ, മാങ്ങ് അതൊന്നും തിന്നൂല. ചിക്കൻ പീസ് തന്നെ വേണം. അങ്ങനൊക്കെ ഡിമാൻഡുള്ള വ്യക്തിയാണ്. അപ്പൊ തുടങ്ങല്ലേ, ചായല ഇങ്ങോട്ട് തുടങ്ങാല്ലേ. അപ്പൊ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവര് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ കമന്റ്സ് ഒക്കെ ഒന്ന് എഴുതിയിട്ടാ. ഇപ്പൊ രാവിലെ ഉമ്മച്ചും മമ്മും കൂടിയിട്ട് ഈ കാറുമ്മ കുത്തി പിടിച്ചിരിക്കുന്നുണ്ട്. കാറ് ഓടണില്ല. മഴ ആണെങ്കിലോ ഇതിപ്പൊ പെയ്യുന്നുള്ള അവസ്ഥ ആണ് കേട്ടാ. മുത്തു ജോലിക്ക് പോണേന്റെ ഇടയിൽ തുത്തുമാമ അതൊന്ന് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവനക്ക് പ്രാക്ക് വന്നിട്ട് അവൻ വന്നിട്ട് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുത്തി തിരിച്ചൊക്കെ നോക്കണ്ട കേട്ടാ. മമ്മൂന്ന് വെച്ചാലോ വാപ്പിച്ചയുടെ പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെ അറിയാണ്ട് മുപ്പരാൾ സ്റ്റെപ്പ് ഇട്ട് നോക്കിയാണ് കേട്ടാ. പിന്നെ ഇടടാ ഒന്നുകൂടി സ്റ്റെപ്പ് ഇടടാന്ന് പറഞ്ഞപ്പോൾ അതങ്ങോട്ട് ആ ഒരു സാധനം കിട്ടണില്ല. സാരില്ല, നമുക്ക് വീണ്ടും കിട്ടും. അങ്ങനെ മുത്ത് കൊറേ കുത്തിപ്പിടിച്ച് നോക്കിയപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഒന്ന് പോയിട്ടാ. പിന്നെയും അത് നിന്ന്. അപ്പൊ മമ്മൂന് ആദ്യം ഭയങ്കര സന്തോഷായിട്ടത് പോയപ്പോ, പിന്നെ പോണില്ല. അപ്പൊ മമ്മു പിന്നെ ഇരുന്ന് നോക്കല് കിടന്ന് നോക്കലൊക്കെ ആയിട്ടാ. പിന്നെ അതുമ്മ കൊറേ നേരം ആക്കിയപ്പോ സാധനം ശരിയാവണില്ല. അപ്പൊ മുത്തു നേരം വൈകി പോവാനായിട്ട്. അപ്പൊ മുത്തു എന്തേത് പോവാൻ വേണ്ടിട്ട് പോണേട്ടാ. ഇന്നിപ്പോ നമുക്ക് എന്താ പരിപാടി, നമുക്ക് 2 വീട്ടിലും കൂടിയും സ്വീറ്റ്സ് കൊടുക്കാണ്ട്. ഒരു വീട്ടിൽ ഉമ്മച്ചി കൊണ്ടു കൊടുക്കും, ഒരു വീട്ടിൽ ഞാൻ കൊണ്ടു കൊടുക്കും കേട്ടാ. അപ്പൊ അതിന്റെ ഇടയിൽ പുറത്ത് വന്ന് നോക്കിയപ്പോണ്ട് മമ്മുണ്ട് കഷ്ടപ്പെട്ടിട്ട് വെയിലത്തിരുന്നിട്ട് ആ സ്ക്രൂ ഒക്കെ ഇങ്ങനെ അഴിക്കുക എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. തുത്തുമാമ ചെയ്ത പോലെ അതൊക്കെ തൊട്ട് നോക്കിയിട്ട് പറഞ്ഞിട്ട് സ്വിച്ച് ശരിയാവില്ല, സ്വിച്ച് ഉള്ളിൽ പോയി. എല്ലാവർക്കും സ്വീറ്റ്സും ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞ്, പക്ഷെ നമ്മളൊരു വീട്ടിലൊന്നും കൊടുക്കാനുണ്ടായിരുന്നു. അപ്പൊ അതും കൂടി കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോകട്ടോ. ഞങ്ങളെ വഴിയൊക്കെ ഫുള്ള് ചെല്ലാണ്. എല്ലായിടത്തും തന്നെ ഇരിക്കുമല്ലോ അവസ്ഥ. കുറെ മീന് പാറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തിളക്കണുണ്ട്. അങ്ങനെ ആ വീട്ടിൽ കൊണ്ട് കൊടുക്കണ്ടേ, നമുക്ക് അവിടെ കൊണ്ട് കൊടുക്കാം. നമുക്ക് ഈ വീട്ടിൽ കൂടെ കൊണ്ട് കൊടുക്കണം. ഞാനേ മിഠായിട്ട് വന്നാണ്. ഇയാളുള്ള കാരനെ കേറാനൊരു പേടി. വാപ്പിച്ച് വന്നിട്ടുണ്ട്. അയ്യോ, കേറാൻ എത്ര ഭാഗ്യം. അങ്ങനെ ഇപ്പൊ അതൊക്കെ കൊണ്ട് കൊടുത്തിട്ട് നമ്മ വീട്ടിൽ എത്തിയിട്ടാ. സംഭവം ഈ സൗണ്ട് ഒന്നും ഇടാൻ പറ്റില്ല. നല്ല പാട്ട് നടക്കണ അവിടെ. കോപ്പിറൈറ്റ് വെറുതെ നമ്മ വലിച്ചഴിച്ച് മേടിക്കണ്ടല്ലോ. അങ്ങനെ ഇവിടെ വന്നപ്പോ നമ്മ നേരത്തെ മമ്മൂനെ വെച്ച ബുൾസയില്ലേ, അതവൻ തിന്നണില്ല. എന്നാ പിന്നെ ഞാൻ വിചാരിച്ചു തൽക്കാലം ഞാൻ തിന്നാം, കുറച്ച് വിശക്കുമ്പോ താനേ വന്നോളും. അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് വാപ്പിച്ചിക്ക് പള്ളിയിൽ പോകണം. അപ്പൊ ഞാൻ മുണ്ടൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നു, ഷർട്ടും അതുപോലൊക്കെ തേച്ചാണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. പിന്നെ ഈ ഒരു പരിപാടി വാപ്പിച്ച് വരുമ്പോ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടാ. ഈ നിങ്ങളെ വീട്ടിലൊക്കെ ഈ ഒരു സംഭവം ഇങ്ങനെ മുണ്ട് പിടിച്ച് അങ്ങടും ഇങ്ങടും വലിക്കല് ഞാൻ എന്റെ വീട്ടിലാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. ഇവിടെ ആയാലും അങ്ങനെ വല്ലപ്പോഴും അങ്ങനെ ആക്കുള്ളൂ കേട്ടോ. വാപ്പിച്ചിക്ക് ഇടക്കിടക്ക് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എന്റെ തലവേദന അങ്ങോട്ട് വിട്ടങ്ങോട്ട് പോയിട്ടില്ല. അപ്പൊ അതിന്റെ ഇടയിൽ ആവി പിടിക്കുമ്പോ ഒരു സുഖമാണ്. അപ്പൊ ഇടക്ക് ഇങ്ങനെ ആവി പിടിക്കും. ആവിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതേ വാപ്പിച്ച് പള്ളിക്ക് പോയിട്ടാ നേരത്തെ പോയിട്ടുണ്ട്. ഞാൻ അതിന്റെ ഇടയിൽ ഇത്തിരി നേരം കിടന്നപ്പോ മുച്ചൊന്ന് വിളിച്ച് ഇതേ നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നെന്ന്. 2 ദിവസമായിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്ത് ഞങ്ങളെ കട്ടിമ്പടൊക്കെ ആകെ ചെയ്തായി. പ്ലാസ്റ്റിക്കും മരത്തിന്റെ ഒക്കെ ആയിരുന്നു. ഇപ്രാവശ്യം എന്തായാലും ഇനിയിപ്പോ എല്ലാവരും ഇങ്ങനത്തെ അല്ലേ മേടിക്കണേ, സ്റ്റീലിന്റെ മേടിക്കാന്ന് വിചാരിച്ചിട്ടാ. 254 രൂപ ഉള്ളൂ. നല്ല കട്ടിമ്പോടാണ്, ഭയങ്കര കട്ടിയൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഇഴുകി പോവാ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. നല്ല സുഖമായിട്ട് നമുക്ക് അരിയാനും ഒക്കെ പറ്റുന്നുണ്ട്. നല്ല അടിപൊളി വലിയൊരു മഴയ്ക്ക് ശേഷം ഒരു സമാധാനം വന്നിട്ടുണ്ട് കേട്ടോ. ഒരു തോർച്ച വന്നിട്ടുണ്ട്, എന്നാലും ചെറുതായി മഴ പെയ്യുന്നുണ്ട്. അപ്പേ അപ്പുറത്ത് അമ്മായിയുടെ ആങ്ങള വന്നിട്ടുണ്ട് കേട്ടാ. നമ്മള് കുറച്ച് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടായി, അത് മേടിക്കാൻ വേണ്ടി പറഞ്ഞു. കുറച്ച് സാധനങ്ങൾ എന്ന് പറയുമ്പോ എല്ലാവിധ കച്ചവടങ്ങളും ഇവിടെ
മീൻ പണിയുടെ നടക്കുന്നു. 300 പേരല്ലേ? ഉണ്ട്, പേസ്റ്റ് ഉണ്ട്, പൈസ ഉണ്ട് ഫ്രീ ആയിട്ട്. എല്ലാം കുഞ്ഞു കുഞ്ഞു ക്ലിപ്പ് ഉണ്ട്. ആരെങ്കിലും എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഷംസുക്കാടായിരുന്നു മീൻ പിടിച്ചാൽ മതി, ഷംസുക്ക തരുന്നതായിരിക്കും. ഇങ്ങനത്തെ 2 ബണ്ണും ബഡ്സും ഉണ്ടാ മേടിച്ചേ. ചാളല്ല, അയിലുണ്ട് കേട്ടാ. മൂപ്പരാൾ ഇനിയിപ്പോ അത് വീട്ടിൽ കൊണ്ടുപോകണം കറി വെക്കാൻ വേണ്ടി. ഇനിയിപ്പോ വിൽക്കാൻ നടക്കൂല. പാത്തുവിന് മീൻ കിട്ടിയ പിന്നെ പാത്തു പറയണ്ടല്ല, കോളടിച്ച പോലെ അടിച്ച് തിന്നാണ്. നമുക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നു, ഇന്നലത്തെ ബിരിയാണി ആയിരുന്നു കേട്ടാ. വൈകുന്നേരം വെച്ചതാണ്, ബാക്കിയുണ്ട്. തൽക്കാലം ഇന്നത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ബിരിയാണി കഴിച്ചതോടുകൂടി നല്ല ഉറക്കം കൂടെ ഉറങ്ങി. പിന്നെ അങ്ങോട്ട് എണീറ്റത് ചായ അടിക്കാൻ വേണ്ടി പോകാനായിരുന്നുണ്ട്. ചായയും കട്ട്ലേറ്റും ഉദ്ദേശിച്ച് വന്നെങ്കിലും ചായയും പഴംപൊരിന് കിട്ടി. തൽക്കാലം കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടാം. കുറെ നാൾക്ക് ശേഷം ഈ നേരത്തെ ചാടിക്കാൻ പോണേ. അപ്പൊ എനിക്കൊരു പൂതി ഷവർമ്മ തിന്നാലോ. എനിക്ക് മാത്രല്ല വീട്ടിലുള്ളവർക്കുണ്ട്. പക്ഷേ പണ്ടത്തെ അത്ര ടേസ്റ്റ് ഇല്ല ഷവർമ്മക്ക്. ഈ ഐഡിയ നിങ്ങൾ ചെയ്ത് നോക്കട്ടെ. അപ്പൊ ഈ മഴക്കാലമായോണ്ട് നമുക്ക് പഴയ ഡ്രസ്സ് ഇട്ടിട്ട് ഇതിട്ട് പോയാലും പഴയ ഡ്രസ്സ് എന്ന് ആർക്കും മനസ്സിലാവൂല. അപ്പൊ ഗൈസ് നമ്മളെ നാളെ മുസ്ലിം ബർത്ത്ഡേ ആണ്. സോ നമുക്ക് 12 മണിയാകുമ്പോൾ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് കേക്ക് മേടിക്കാൻ വേണ്ടി പോയേക്കാണ് മുത്തുവിനായിട്ട്. ഇപ്പം അവർക്കറിയൂല നമ്മൾ പാല് മേടിക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പാല് മേടിക്കാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് സാടിയൊക്കെ ഉണ്ടാ. അത്യാവശ്യം നല്ല മഴ ഉണ്ട്. എന്തായാലും കട തുറക്കുമോന്ന് അറിയൂല. ചന്ദ്രാപിന്നിയിൽ അല്ലാഹു റബ്ബി ഇതിലേ പോണ്ടടാ. ഞാൻ ഇറങ്ങിക്കോളാട്ടോ മുത്തു. സോനെൻ്റെ വണ്ടി ഇറങ്ങിക്കോളാട്ടോ. അവിടെ നിർത്തിയേ. എനിക്ക് പേടി അല്ല ഞാൻ പോയിക്കോ. ഡിന്നീസ് ക്ലോസ് ചെയ്തെന്ന് അറിഞ്ഞൂടാ. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 അടിയെ പോകേണ്ടി വരും. 3 അടിയെന്ന് കിട്ടുമെന്ന് എനിക്കറിഞ്ഞൂടാ. പിന്നെ ഒരു രക്ഷയില്ലെങ്കിൽ വൈമാളന്നെ ഉള്ളൂ. പിന്നെ നമ്മളിവിടെ വേറെ കടകളൊന്നുമില്ല. നല്ല അടിപൊളി മഴ കിട്ടാ. നമുക്ക് പോവാം. ക്ലോസ് എന്താ സംഭവം പ്ലാൻ ചെയ്ത് കുറച്ച് ലേറ്റ്. കാരണം അപ്പച്ചിനായിട്ട് ഞാൻ പുറത്തേക്ക് നേരത്തെ പോയാണ്. ഞാൻ എപ്പോൾ ആലോചിച്ചെങ്കിലും പിന്നെ മറന്നുപോയി. ഞാൻ മുത്തു വരാനും നേരെ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം നല്ല മുഖത്ത് വരുന്നുണ്ട്, മഴത്തുള്ളി വീണിട്ട്. സോ ലെറ്റ്സ് ഗോ വൈമാൾ. ഇവിടുത്തെ കടക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. വൈമാളിൽ നമ്മൾ വിചാരിച്ച പോലൊക്കെ കിട്ടുമോന്ന് അറിയൂല കേട്ടോ. ഒരു പ്രതീക്ഷ ഇല്ലാണ്ടാണ് പോണത്. എന്തായാലും പോയി നോക്കാം. വിളിക്കുമ്പോ പറയണം മിൽക്ക് മെയ്ഡിന്റെ ആവശ്യമുണ്ട്, മിൽക്ക് മെയ്ഡ് ഇന്ന് രാത്രി വേണം, എന്നാലേ കൂട്ടി വെക്കാൻ പറ്റുള്ളൂ എന്ന് പറയണം. അപ്പൊ അവിടെ ചോദിക്കൂ. നല്ല തിരക്കുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അയ്യോ നമ്മളിപ്പോ വൈമാളിന്റെ ബാക്ക് വശത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഹൈവേ പിടിച്ചിട്ട്. സോ ബാക്ക് വശത്താണ് വന്നത്. പക്ഷേ അവര് പറ്റൂലെന്ന് പറഞ്ഞ് ഫ്രണ്ടിൽ തന്നെ വരണമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് അവിടെ വണ്ടി വെച്ചിട്ട് നടക്കാമായിരുന്നു. ഇടയ്ക്ക് തലവേന വന്ന് പോകണമെന്ന് കേട്ടോ. ചുമക്കുമ്പോഴൊക്കെ തലവേന എടുക്കുന്നുണ്ട്. കഫുണ്ടാവും, അതുകൊണ്ടായിരിക്കുള്ളൂ. സോ തൃപ്രയാറ് വടക്കെത്തിയിട്ടുണ്ട് നമ്മൾ. തിരക്കുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു? വൈമാൾ. ഇവിടെ കേക്കില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഉള്ള കേക്കും മേടിച്ച് നമുക്ക് പോകേണ്ടി വരും. ഇനി മിക്കവാറും എല്ലാവരെയും കാഴ്ചവസ്ഥ ഉള്ള സാധ്യത ഉണ്ട്. കാരണം കോട്ടിട്ടിട്ടാണ് ഇവിടെ പോകണത് കേട്ടോ. സോ എന്താ നോക്കാം. ഇതിപ്പോൾ ഞാൻ അടുത്ത പോലത്തെ അവസ്ഥയാണ്. ആൾക്കാർക്ക് ഒരു ചിരി കണ്ണിൽ നിന്ന് കിട്ടട്ടെ. കേക്ക് സെക്ഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. ഏത് കേക്ക് മേടിക്കും? അതന്നെ ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ കേക്ക് എടുക്കാൻ വിചാരിച്ച്
എന്തുള്ള പേര് ഏതണ്ട സന്തൂർ മമ്മി നേരിയമ്മ അത് മതി അത് മതി കുഴപ്പമില്ല. ക്ലോസ് ചെയ്യും. സോ നമ്മളിനി ജസ്റ്റ് ഒരു മെഴുകുതിരി കൂടി നോക്കാൻ വേണ്ടി പോകണ്ട. ഫസ്റ്റ് ഫ്ലോറിൽ സെക്കൻഡ് ഫ്ലോറിലല്ലേ ഇവിടെ 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 മെഴുകുതിരി സെക്കൻഡ് ഫ്ലോറിലെന്നുള്ളത്. നമുക്ക് അങ്ങോട്ട് പോവാം. എന്നെ കണ്ടിട്ട് എല്ലാവരും പറയുന്നത് പുറത്ത് വന്നത് കൂട്ടിട്ടല്ലേ വന്നെ. മെഴുകുതിരിക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് കേക്ക് പോയിട്ട് എടുക്കാം. അല്ല പാല് മേടിച്ചിട്ടില്ല. പാല് ചോദിക്കൂലേ? അടിപൊളിയായിട്ടുണ്ട്. സോ നമ്മള് കേക്കൊക്കെ മേടിച്ച് സെറ്റായിട്ട് പോകുന്നുണ്ട്. സോ അങ്ങനെ നമ്മൾ കേക്കൊക്കെ മേടിച്ചു. നമ്മളിനി വൈമാളിൻ്റെ വെള്ളപ്പൊക്കത്തിനെ കൂടെ സഞ്ചരിക്കാൻ പോവുകയാണ് ഗൈസ്. അത് വേറൊരു എക്സ്പീരിയൻസ്. ഇത് കണ്ടോ എന്തെങ്കിലും പാലം നടയാത്രക്കാർക്കുള്ളത്. മറ്റൊരു കാൽനടയാത്രക്കാർക്ക് പാലം, വണ്ടിയുള്ളവർക്ക് വെള്ളത്തിൽ കൂടെ പോകണം. അതാണ് ഇവിടുത്തെ സിസ്റ്റം. സോ സിസ്റ്റം നന്നാക്കാൻ പോയാൽ സിസ്റ്റം ശരിയാവില്ല, നമ്മളെ സമയം പോവും. കേക്ക് ഇതേപോലെ തന്നെ അവിടെ എത്തിയാൽ മതിയായിരുന്നു. എത്തുമല്ലേ? എന്തോ മഴ മാറിപ്പോയി. അതിപ്പോ ചെളിൻ്റെ അവൾക്ക് പോട്ടെ സൗണ്ട് ഉണ്ടാക്കി പോയി കഴിഞ്ഞാൽ സീനുണ്ടാ. ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് പണി കിട്ടിന്ന് തോന്നുന്നുണ്ട്. ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. നല്ല ചീത്തൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ കേക്ക് കാണാൻ കിട്ടാം. ഇതാണ് കുട്ടികൾക്ക് ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. സീനായിട്ടുണ്ട്. നല്ല കേക്കാനിട്ട് ഇപ്പൊ പോണം. ബെല്ലടിച്ച് നോക്കാം. കറണ്ടില്ലേ? വിളിച്ചോക്ക്. അതല്ല ഫോണ്. സീനായ കേക്ക് മുറിക്കാൻ വേണ്ടി വാതിൽ തുറക്കാൻ മതിയായിരുന്നു. മഴല്ല കേറിന്ന് കുറച്ചു നേരം. സോ ഫ്രിഡ്ജിൽ സ്ഥലം ഉണ്ടാക്കണം. കണ്ടില്ല ഒന്നാ കറണ്ടില്ല, പണി കിട്ടി. എന്തായാലും നമുക്ക് പോയിട്ടേ കേക്ക് എടുത്തിട്ട് വരാം. കേക്ക് പുറത്തുനിന്ന്. പക്ഷേ കേക്ക് കൊള്ളാമെന്ന് അറിയില്ല, കാരണം കറണ്ടില്ല. ഈ വഴി പോകണമായിരിക്കും സേഫ്. ഇതിലേപ്പോ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇടയിൽ ഇവിടെ നിന്ന് ഫ്ലാഷ് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ സീനാണ്. അത് താഴ്ത്തി പിടിക്കണം കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ വാപ്പിച്ച് നോക്കാണ്ടിരുന്നാൽ മതി. എന്തായി സാധനം എടുത്തോന്ന് ചോദിച്ചിട്ട് അല്ലെങ്കിൽ ആകെ കൊള്ളാവും കേട്ടോ. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ മലയാളികളുടെ ഫ്രിഡ്ജല്ലേ, നാളികേരൊക്കെ ഉണ്ടാവും. സമയം ഇപ്പം ഏതാണ്ട് 11:47 ആയിട്ടുണ്ട് കേട്ടോ. സോ 12 മണിക്ക് തന്നെ നമുക്ക് കേക്ക് മുറിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അതുകൊണ്ട് പൊയ്ക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മളൊരു 12:15 ആകുമ്പോൾ കേക്ക് മുറിക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ മാലകൾ വെച്ചിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിന് അവരെ റോമട്ട. സോ നമുക്ക് മുത്തുവിനെ പോയി വിളിക്കാം. നല്ല കിടത്തത്തിൽ നമ്മളിങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മളെ കണ്ണാക്കണ്ട. ഹലോ, അയ്യോ So guys,
മച്ചേ മുത്തൂന് കാല് കോച്ചണെന്ന് മുത്തൂന് ലോക്ക കാല് ഭയങ്കരമായിട്ട് കോച്ചണെന്ന് മുത്തൂന്റെ കാല് കോച്ചുന്നുണ്ട്. കോച്ചിന് ഞാൻ പറഞ്ഞു നിങ്ങളോട് പോണ്ടാന്ന് പറയുന്നു ഇങ്ങോട്ട്. വായോ അവിടെ വേദന എടുത്തിട്ട് മുത്തു വരണ്ടടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. Thank you. Happy birthday to you. ഇങ്ങോട്ട് വാ. അമ്മോ കണ്ട ഇതെന്തിന് മുറിക്കാ വാപ്പിച്ചും വാ വാ. എനിക്ക് താങ്ക് യു മക്കളെ രണ്ടാളോടും അമ്മച്ചിക്ക് വേണ്ടി മക്കള് ഇത് ചെയ്തല്ല. ചെറുത്തിരി കേക്കെടുത്തിട്ട് ഷുഗർ ഉണ്ട് കേസ്. നിങ്ങൾ ഇന്നത്തെ ദിവസം ഷുഗർ ഇല്ലാന്ന് കരുതുക. ഓക്കെ, അപ്പം നമ്മളെ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. കൈ പിടിച്ചതാ. എന്ത് തോന്നുന്നു? നിങ്ങൾ സെൻറ്ററിൽ പോയിട്ട് പാല് പിടിക്കാൻ പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നി നേരം വൈകിയപ്പോൾ എന്തോ ഒരു വരുന്നു. ഞാൻ എന്തായത് നിങ്ങൾ വരുന്നത് നോക്കാന്ന് വൈറ്റില്ലേ കിടത്തിട്ട് തോന്നുന്നു. ഉറക്കപ്പിച്ചായിരുന്നു സോക്ക് കേക്ക് കുടിക്കും. ഇനിയിപ്പം സൗണ്ട് എന്തായാലും കുഴപ്പമില്ലല്ലേ. വാപ്പീസ് നല്ല സീനായിട്ടോ, നല്ല ചീത്തൊക്കെ പറഞ്ഞ് സാരല്ല. ടേസ്റ്റ് ഉണ്ട്. ട്രഫിളെന്ന് തോന്നുന്നുണ്ടല്ലേ. അപ്പം നമ്മളെ വ്ളോഗ് ഇവിടെ അവസാനിക്കാണ്. അടുത്ത വ്ളോഗ് വരുന്നവരേക്കും സ്റ്റേ ട്യൂൺ. ഓക്കെ, ബൈ ബൈ.